ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ 2 കപ്പോളം കോളിഫ്ലവർ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അധികം കട്ടി കൂട്ടിയിട്ടില്ല, അധികം കട്ടി കുറഞ്ഞിട്ടുമില്ല, അങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതാദ്യം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു ചരുവത്തിലോട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവറിലുള്ള അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇത് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. തിളച്ച വെള്ളത്തിൽ 2-3 മിനിറ്റ് കിടന്നാൽ മതി. അതിന് ശേഷം നമുക്കിത് വാർത്ത് വെക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് വാർത്ത് വെക്കുകയാണ്. വെള്ളം തോരാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു പാത്രത്തിൽ വേണം ഇത് വാർത്ത് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരിപ്പയിലോട്ട് തന്നെയാണ് വാർത്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകേസ് ചൂടുവെള്ളത്തിൽ കിടന്ന് ഇത്തിരി വെന്ത് പോയി എന്ന് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ വാർത്ത് വെക്കുമ്പോൾ തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അധികം വെന്ത് പോവില്ല. അപ്പോൾ ഇനി നമുക്കിത് പുരട്ടി വെക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ കോളിഫ്ലവർ പുരട്ടി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 1/2 കപ്പ് മൈദയാണ്, പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ബാറ്ററിൻ്റെ കൂടെ 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ കോളിഫ്ലവറിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കുകയാണ്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ജ്യൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാ കോളിഫ്ലവറും നല്ലതുപോലെ കോട്ടാവണം. കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അതങ്ങനെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിലിപ്പോൾ എല്ലാത്തിനും കോട്ടായി വന്നിട്ടുണ്ട്. ഇത് ഇനി മിനിമം 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം കോളിഫ്ലവർ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഞാനിത് കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ മൊരിയാൻ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ തട്ടി ഇങ്ങനെ നോക്കുമ്പോൾ അതിനൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ ആ പാകത്തിന് ഇത് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി കോളിഫ്ലവറും കൂടെ വറുത്തെടുക്കാം. ഇത് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രൈ ചെയ്യുമ്പോൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വേവണം. അതാണ് തീ കുറച്ചിട്ട് വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
അങ്ങനെ കോളിഫ്ലവർ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ. ഇത് ശരിക്കും നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ഇങ്ങനെ വെറുതെ ഫ്രൈ ആയിട്ട് കഴിക്കാനും നല്ലതാണ്. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു ചെറിയ ബൗള് ക്യാപ്സിക്കം ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ബൗള് സവോള ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കാണ്. ഇത് ശരിക്കും അങ്ങനെ വഴണ്ടി അങ്ങ് ഉടഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് എണ്ണയിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി. അപ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇതിപ്പം കുറച്ച് ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്, ഇത്രയും മതി. നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റാം. നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ കോളിഫ്ലവർ വറുത്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ആ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല ചൂടോടിരിക്കുന്ന ഓയിലാണല്ലോ, അത് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇത് 3 കൂടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോഴത്തേനും ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വൈറ്റ് ഭാഗം ഉണ്ട്, ഗ്രീൻ ഭാഗം ഉണ്ട്. അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കാണ്. ശരിക്കും നമ്മൾ ഗോബി മഞ്ചൂരിയൻ വെക്കുമ്പോൾ ഇതൊന്നും ഒന്ന് വഴണ്ടി പോകണ്ട, നമ്മൾ ജസ്റ്റ് അതിന്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്കൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നീളത്തിൽ അരിഞ്ഞതല്ല, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് വേണ്ടിയിട്ട്. സവാളയും വഴണ്ടി ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇപ്പൊ സവാള ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ചില്ലി സോസ് ഞാൻ 1 ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. ചില്ലി സോസ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനത് നമ്മുടെ ഗ്രേവിക്കൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് നീണ്ട ഗ്രേവി ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറുകിയത് മതിയെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാകും. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു നുള്ളു കോൺഫ്ലവർ ഒന്ന് ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് സോസിന്റെ ഒക്കെ അളവ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പും സോസും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്.
ഇത് ശരിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ കളറൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം അവരതിൽ റെഡ് ഫുഡ് കളറൊക്കെ ചേർക്കുന്നുണ്ട്, പിന്നെ അജിനോമോട്ടോ ചേർക്കുന്നവരുണ്ട്. നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല, അത് കാരണമാണ് ആ കളർ അത്രയും കിട്ടാത്തത്. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനോടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം.